സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയോട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിക്കുന്നത് നമ്മുടെ കാർ ഫോർ ട്രേഡിന്റെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. ഓക്കെ, ഇപ്പൊ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഏകദേശം $83,000 ഉണ്ട്. അപ്പൊ ഈ ഒരു $83,000 വെച്ചിട്ട് നമുക്ക് ഇനി കാറും കാര്യങ്ങളൊക്കെ വാങ്ങി കുറച്ച് സെറ്റപ്പ് ആക്കണം. ഒരു വീട്ടിൽ ഞാൻ നോക്കട്ടെ. ആടാ പുതിയ കാറൊക്കെ നിൽക്കണ്. ഇതെന്താ ഓൾഡ് മാസിലി? ഈ കാറൊക്കെ $1,17,000 കാറ്. ഇതെത്ര $1,98,000 കാറുണ്ട്. $2,00,000 കാറുണ്ട്. ഇത് ഓടി ബെൻസ് ഉണ്ട്, ബ്രിട്ടീഷ് സ്പോർട്സാ, കുറെ കാറുണ്ട്. നമുക്ക് ഏതപ്പോ നമ്മൾ വാങ്ങാം? നമുക്ക് ഈ ഓൾഡ് മസിൽ എന്നുള്ള കാർ വാങ്ങാം. സെറ്റ് നമ്മൾ വാങ്ങി. ഓക്കെ, ഇവിടെ നോക്കട്ടെ. നമുക്ക് നമ്മുടെ കാറൊന്ന് പോയി നോക്കി നോക്കാം. ജങ്ക്യാർഡ്, യു ക്യാൻ നൗ ബൈ ഡിസ്ട്രോയിഡ് കാർസ് അറ്റ് 40% ഡിസ്കൗണ്ട് ആൻഡ് റിപ്പയർ ദബ്. ഓക്കെ, അപ്പൊ നമുക്ക് ജങ്ക്യാർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് എന്താ പറയാ, നമ്മുടെ പഴയ കാറുകളൊക്കെ ഇല്ലേ, പൊളിഞ്ഞ് എടുക്കുന്ന കാറുകൾ, അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് റിപ്പയർ ആയിട്ട് അത് വിൽക്കാന്ന്. അതിൽ 40% ഡിസ്കൗണ്ട് ഉണ്ടാവത്ര. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കാറ് വിൽക്കാടാ. നമുക്ക് അല്ല, ഇവിടെ അല്ല, സോറി, ഓൺലൈൻ കാറുണ്ട്. ലോക്കൽ കാർ എന്ന് പറഞ്ഞാൽ, ലോക്കൽ കാർ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ലോക്കൽ കാർ. ഈ 2,45,000 കണ്ട ഈ പച്ചലവ് കണ്ട, നമ്മൾ മേടിച്ച കാറിന് അത് നല്ല കൂടുതലായിരുന്നു. ഇതെവിടെ ഉള്ളത്? കാറിന്റെ അടുത്തേക്ക് ടെലപ്പോർട്ട് ആണെങ്കിൽ $300 വേണ്ട. നമുക്കുള്ള വണ്ടി ഫസ്റ്റ് പോയി വിൽക്കാം. ഓക്കെ, ഇത് $1,03,000 വരെ നമുക്ക് മാക്സിമം ഇടാൻ പറ്റും. നമ്മൾ എത്ര വാങ്ങി? $80,000 അടുത്തായ. നമ്മൾ 90,000 അടിക്കാൻ നമ്മൾ എന്തായാലും വാങ്ങിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഒരു 95,000 പിടിക്കാം. എന്തായാലും നമുക്ക് $10,000 മേലൊക്കെ എന്തായാലും പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് എന്തായാലും വിൽക്കാൻ വെച്ച് നോക്കാം. ഓക്കെ, ആൾക്കാരൊക്കെ എന്തായാലും വരുന്നുണ്ട്. ആൾക്കാരല്ല, ഒരാൾ വരുന്നുള്ളൂ. 95,000 മേടിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ഇവര് പറയുന്നത് $93,000 നമുക്ക് കുഴപ്പമില്ല, നമ്മള് വിറ്റി. നമുക്ക് $10,000 പ്രോഫിറ്റാ. പൈസ നമുക്കൊരു വിഷയമുള്ള കാര്യം. നമുക്ക് അതിൽ അടുത്ത കാറ് നോക്കാം. നമുക്ക് വെബ്സൈറ്റിൽ കൂടെ വാങ്ങാനാണ് ലാഭം എന്നൊക്കെ തോന്നുന്നത്. അവിടെ സൂപ്പർ ഉണ്ട്. ഇതില് സൂപ്പറായിട്ട് നമുക്ക് സ്പീഡ് ടെസ്റ്റിന് പോയാലോ? നമ്മൾ സൂപ്പറ വാങ്ങി. പക്ഷെ സൂപ്പറുടെ കണ്ടീഷനൊക്കെ ഭയങ്കര ബാഡ് ആയിട്ടാണ് കാണിക്കുന്നത്. കണ്ടാ, ബാഡ് പ്രൈസ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം, അതിന്റെ അടിയുള്ള ഈ BMW വാങ്ങാം. ഓക്കെ, ഒറ്റ മിനിറ്റ്, നമ്മൾ BMW വാങ്ങി. BMW ഇപ്പൊ എങ്ങനെ വാങ്ങാം? ഓക്കെ, $300 നമുക്ക് അതിന്റെ അടുത്ത് പോയി. നമ്മളെ തന്നെ അങ്ങോട്ട് പോയി. എവിടെ? ഓക്കെ, അതാ എടുക്കുന്നത്. ഇതല്ലേ വണ്ടി? ഇതാ. ഇതാണ് വണ്ടി. ഞാൻ വണ്ടിയാ? ഇതല്ല പൈസ ഉള്ള വണ്ടിയാ തോന്നുന്നു. ഇതിനെത്ര വില ചോദിച്ചു നോക്കാം. 2,00,000. വേണ്ട 2,00,000 ഒന്നും ഇല്ല സാറേ. മറ്റേ സൂപ്പർ അവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഈ വണ്ടി കൂടി നോക്കിട്ട് പോവാ. ഈ വണ്ടി അത്യാവശ്യം നൈസ് വണ്ടിയാണ്. ഈ പച്ച കളർ വണ്ടി കാണുമ്പോൾ നല്ല ലുക്കൊക്കെ ഉണ്ട്. ബൈ, ഞാൻ പോണു. സൂപ്പർ വാങ്ങാം നമുക്ക്. ഇത് കണ്ടിട്ട് വലിയ സീനൊന്നുമില്ല. നമുക്ക് ഈ സൂപ്പറൊക്കെ ഒരു ഓറഞ്ച് കളർ കൊണ്ട് കൊടുക്കാം. ഓക്കെ, 65,000 ആണ് ഇവര് പറയുന്നത്. നമ്മൾ 60,000 എന്നാണല്ലോ കണ്ട്. 60,000 തന്നെയല്ലേ നമ്മള് കണ്ട്. ബാർഗെയിൻ ചെയ്യണ? വേണ്ട, വാങ്ങ. നമുക്ക് നല്ല പൈസക്ക് വിൽക്കാം. എന്നിട്ട് കൂട്ടി വിൽക്കാം. നമുക്ക് ഡ്രൈവ് ചെയ്യാം. അത്രേ ഉള്ളൂ. എന്റെ അള്ളിയാ. പൊട്ടലൊക്കെ ഉണ്ട് നല്ലോ. ഇതിപ്പോ സ്പീഡ് ടെസ്റ്റിനും ഉണ്ടാവും നമുക്ക്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഈ വണ്ടി ഫുള്ള് ട്യൂൺ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് വരാം. ടയർ നമുക്ക് വേണേ മാറ്റാം. ഈ ടയർ എന്താ പാട്? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടയർ തന്നെ എടുക്കാം. നമ്മൾ അതും എടുത്ത്. ഓക്കെ, ഞാൻ മാപ്പിലൊന്ന് നോക്കട്ടെ അവിടെ സ്പീഡ് ടെസ്റ്റിന് പോവാന്ന്. ഓക്കെ, അപ്പൊ നമ്മളുള്ള വഴിന്ന് അടുത്ത റൈറ്റിലേക്ക് പോയിട്ട് ഒരു ഹൈവേ അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പൊ ഈ റൈറ്റ് തന്നെ. എന്താ ഈ വണ്ടി ഒന്നും ഒടിഞ്ഞ് കിട്ടുന്നില്ല. ഡീലർഷിപ്പ് ക്ലോസ്ഡ്, യു കാനോട്ട് സെൽ കാർസ് ഫോർ ടുഡേ. സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല ഇപ്പൊ. നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം. ഇവിടെ തന്നെ. ഓക്കെ, 10 ഡയമണ്ട് നമ്മൾ കൊടുത്തു. ഒന്നും നോക്കില്ല. ഇത് വല്ല ഹൈവേക്കൊക്കെ പോണ്ടാവൂലേ? ഇതെന്താ സ്ഥലം? ഇവിടെയാണ് നമ്മൾ തുടങ്ങണേ. ഓക്കെ, ഇത് വലിയൊരു സ്ഥലമാട്ടാ. നമുക്ക് എന്തായാലും ഓടിക്കാം. സൂപ്പറാന്ന് പറഞ്ഞാൽ 200-300 അടിക്കേണ്ടതാണ് സുഖമായിട്ട്. ഇത് അടിക്കണോ ഈ വണ്ടി?
ഓ പറഞ്ഞ സ്പോർട്സ് മോഡ് ഓൺ ആക്കി ഉണ്ടായില്ല. സ്പോർട്സ് മോഡ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ആ വണ്ടിയുടെ ഒച്ചയിലേക്ക് മാറ്റം കേട്ടോ, വേറെ വലിയ മാറ്റമൊന്നുമില്ല. ആ യുവർ സ്പീഡ് ഈസ് 197 കിലോമീറ്റർ. ഓക്കെ 200 നമ്മൾ കഴിഞ്ഞു, പിന്നെ എങ്ങനെ 197 പറയാ. നമ്മക്ക് എത്ര കിട്ടും നോക്കട്ടെ. 250 എത്തും നോക്കാം. നമുക്ക് തിരിച്ചു പോകാൻ എന്തായാലും. മതി മതി മതി, സ്പീഡ് ടെസ്റ്റ് ചെയ്താൽ മതി. എല്ലായിടത്തും ഗാലറിയാണ്. ആ ഓരോ ആൾക്കാരൊക്കെ കണ്ടാലോ, നമ്മുടെ ഫാൻസാ തോന്നുന്നു. 204 km/h. അതൊക്കെ ഓക്കെടാ. ഇനി ഇവിടുന്ന് എങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകുന്ന ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ ഇത് വണ്ടി ഏകദേശം 245 എത്തും. ഓക്കെ 245 km/h എത്തിയിട്ടുണ്ട്. എന്താ റോട്ടിൽ പുല്ലൊക്കെ മുളച്ചിരിക്കുന്നു. ഓക്കെ 245.8575. അതാണ് ഇപ്പൊ നമ്മുടെ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇവിടെ കിടന്ന് റൗണ്ട് അടിക്കാന്നല്ലാണ്ട് ഒന്നും നടക്കണില്ല. ഇതിനിപ്പോ എങ്ങനെ പുറത്തേക്ക് വരാന്ന് പുള്ളിക്ക് അറിയൂല. ആടാ ക്യാമറ സ്വിച്ച് ചെയ്ത് കളിക്കുമ്പോൾ അടിപൊളി കേട്ടാ. ആ കണ്ടാ. ഓക്കെ അപ്പൊ ഇങ്ങനെയാട്ടെ വരണ്ട്. നമ്മള് ഹോം അടിച്ചാ മതി, അപ്പൊ നമ്മളിങ്ങോട്ട് തിരിച്ചെത്തും. ഓക്കെ കാർ ഡീലർഷിപ്പ് എന്തായാലും നമ്മൾ തുറന്നിട്ടുണ്ട്. എന്താ ലേറ്റ് ഒക്കെ അടിച്ചു പോയാ എന്താ ഇങ്ങനെ? ഇതൊരു കണ്ടെയ്നർ ആണല്ലേ, ഞാൻ അതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലോ. കണ്ടെയ്നറുമ്പോ എ സി ഒക്കെ ഫിറ്റ് ചെയ്തിരിക്കണ്. നമുക്കൊരു കാര്യം നമ്മുടെ കാർ എന്തായാലും വിൽക്കാൻ വെക്കാം, എന്നിട്ട് എത്ര രൂപ കിട്ടും നോക്കാം. നമ്മൾ നല്ല ചെലവ് ഈ കാറിന് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇപ്പൊ തന്നെ $67,000 ഇവര് പറഞ്ഞിട്ട് ഇനീഷ്യൽ കാർ പ്രൈസ്. നമുക്ക് ഓൾറെഡി 81,000 വിൽക്കാം. നമ്മൾ കൂട്ടും 86. ഓക്കെ 86,000 ഇടാം അല്ലേ. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഓക്കെ ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം $20,000 പ്രോഫിറ്റാ. ഓക്കെ അപ്പൊ നമ്മൾ അതിനിട്ട് ആൾക്കാർ വരട്ടെ. എടി ഇതേ ക്യാരക്ടർ തന്നെയാണല്ലോ നമ്മുടെ ഈ കാർ വാങ്ങാനും വരുന്നത്. ഓക്കെ ഇവര് പറയണത് ഇവര് $85,000 പറയണത്. നമുക്കതൊരു വിഷയമുള്ള കാര്യമാണോ? അല്ല. ഓക്കെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഏകദേശം $105,000 ഉണ്ട്. സോ നമുക്ക് സൂപ്പർ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായി. ഞാൻ വിചാരിച്ചിട്ടില്ല, ഞാൻ ഇനി പുതിയ അടിപൊളി കാറുകൾ വാങ്ങണം എന്ന് വിചാരിച്ച് വന്നാണ്. നമുക്ക് സൂപ്പർ കിട്ടിയാൽ നമ്മൾ സൂപ്പർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഏകദേശം 250 അടുത്ത് വന്നു. ഏകദേശം 245 km സ്പീഡിൽ സൂപ്പർ പോയിട്ടുണ്ട്. സോ തൽക്കാലത്ത് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.